ഇന്ന് കാസർഗോഡ് സ്നേഹയുടെ വീട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. ഇന്ന് ഒരു ദിവസം മാത്രമേ മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാകൂ. നാളെ ഞങ്ങൾ രണ്ടുപേരും തിരിക്കും. രാത്രിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് വീടും പരിസരവും കാണലാണ് ആദ്യത്തെ പരിപാടി. ഇതാണ് ഫെർണോ, സ്നേഹയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളാണ്. ഈ മുറ്റത്തൂടെ ഇങ്ങനെ ഓടിപ്പോയപ്പോൾ ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ഓടി വന്ന് പിന്നെ സ്നേഹം കാണിക്കലായി. രാവിലെ കഴിക്കാൻ ഉണ്ടയാണ്. ഉണ്ട എന്ന് പറഞ്ഞാൽ പച്ചരിയും ചോറും എല്ലാം കൂടെ അരച്ച് പുഴുങ്ങിയെടുക്കുന്ന ഉണ്ട. ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇതിങ്ങനെ പൊടിച്ച് പ്ലേറ്റിലേക്ക് ഇടുക, എന്നിട്ട് നന്നായി കറി ഒഴിച്ച് കഴിക്കുക. എനിക്കെന്തായാലും ഈ ഐറ്റം നല്ല ഇഷ്ടമായി. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ഈ പത്തായുള്ള വീട്ടിൽ താമസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതും എൻ്റെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ പഴയ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചേക്കാണ്. ഞാൻ കാണാത്തതും കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ ഒരു സമയം വരെ ഇവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തെയ്യം കാണാനുള്ള ഓട്ടമായി. ചെണ്ടകൊട്ട് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് തിടുക്കായി. അങ്ങനെ തോട്ടത്തിൽ കൂടെയുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. വിഷ്ണുമൂർത്തിയുടെ തെയ്യമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു തെയ്യമൊക്കെ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും തിറകളാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നല്ല സഹകരണ മനോഭാവമുള്ള നാട്ടുകാരാണ്. അതായത് എല്ലാവരും, അത് മുന്നേ സ്നേഹ പറഞ്ഞിട്ടുള്ള നാട്ടിലെ ഓരോ കഥകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു അയൽക്കാർ എന്ന രീതിയിലല്ല ജീവിക്കുന്നത്. എല്ലാവരും ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ജീവിച്ചു പോരുന്നവരാണ്. ഞാനൊരു വയനാട്ടുകാരിയാണ്. വലിയൊരു സിറ്റിയിലൊന്നുമല്ല ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. എങ്കിലും ഞാൻ കഥകളിൽ വായിച്ചിട്ടുള്ള നല്ല നാട്ടിൻപുറം ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. ഇവിടെ രാത്രി ആരും ചോറ് കഴിക്കാറില്ല. ഓരോ കടികളാണ് ഓരോ ദിവസം കഴിക്കുക. അപ്പോൾ ഇന്ന് അടയാണ് ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ സ്പെഷ്യലായിട്ട് ഓരോ ഇലകളിലുള്ള അടകൾ ഉണ്ടാക്കിയത്. റീലൊക്കെ കണ്ട് ഞാൻ എപ്പോഴും സ്നേഹനോട് ചോദിക്കാറുള്ള മഞ്ഞച്ചപ്പലപ്പം, പിന്നെ പ്ലാവിൻ്റെ ഇലയിലുള്ള അടയുമായിരുന്നു. അങ്ങനെ അട റെഡിയായി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. എനിക്ക് 2 അടയും ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെയുള്ളൂ സ്നേഹയുടെ വീട്ടിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.